ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് മാനേജ്മെൻ്റ് ആണ്. സോ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 സിസ്റ്റംസ് അല്ലേ, സിസ്റ്റം 1 ആൻഡ് സിസ്റ്റം 2 നമുക്കുണ്ടെന്ന് വിചാരിക്കുക. ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ്. സോ ഈ ഒരു നെറ്റ്വർക്കിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക, റെസ്പോൺസ് ടൈം ട്രാക്ക് ചെയ്യുക, നെറ്റ്വർക്കിൻ്റെ ലോഡ് അനലൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിനെ അനലൈസ് ചെയ്യാൻ നമുക്ക് പല സെറ്റ്സ് ഓഫ് ടൂൾസ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പം പല പ്രൊഡക്ട്സ് ഉണ്ട്, പല സെറ്റ്സ് ഓഫ് ടൂൾസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് പറയുന്നത് എറർ ലോഗ്സിനെ നമുക്ക് മോണിറ്റർ ചെയ്യാനും, ഡിസ്ക് യൂസേജിനെ മോണിറ്റർ ചെയ്യാൻ, യൂസർ പ്രൊഫൈൽസ് ആരൊക്കെയാണ്, എന്തൊക്കെ റിക്വസ്റ്റുകളാണ് ഇത് എന്നെ അയക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഈ ഒരു എന്താണ് പറയുന്നത്, ഈ ഒരു അനലിറ്റിക്സ് ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. എഗെയിൻ ദർ ആർ എ ലോട്ട് ഓഫ് പ്രൊഡക്ട്സ് വിച്ച് ഇസ് ബീൻ ഡിസ്കസ്ഡ് ഇൻ ഹിയർ. സോ അവിടെ നമ്മളെന്ന് പറയുമ്പോഴത്തേനും നെറ്റ്വർക്ക്സിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലും സംതിങ് ഔട്ട് ഓഫ് നോർമൽ ഉണ്ടെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് റിമോട്ട് മാനേജ്മെൻറ്റ്. സോ റിമോട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം പല ഓർഗനൈസേഷൻസിനും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് റിമോട്ട് മാനേജ്മെൻറ്റ്. റിമോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളുടെ കൂടെ അല്ലായിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മൾ റിമോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ, ജോഗ്രഫിക്കൽ ആയിക്കോട്ടെ, IP ലൊക്കേഷൻ ആയിക്കോട്ടെ, ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ റിമോട്ട് എന്ന് റെഫർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു റിമോട്ട് കമ്പ്യൂട്ടേഴ്സിനെ മാനേജ് ചെയ്യാനായിട്ട് ഉള്ള മെത്തേഡിനെയാണ് നമ്മൾ റിമോട്ട് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സോ ഈ ഒരു റിമോട്ട് മാനേജ്മെൻറ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾക്ക് ഈ ഒരു മെഷീനെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട്, ഇപ്പം എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് വേറെ എവിടെയെങ്ങാനും ഇരിക്കുന്ന മെഷീനെ എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും, അവിടെ ഉള്ള എന്തെങ്കിലും പ്രോബ്ലംസിനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ ബേസിക്കലി ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഒരു സെക്കൻഡറി ലൊക്കേഷനിലെ ഡിവൈസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണ് ഫ്രം എ പ്രൈമറി ലൊക്കേഷൻ. അപ്പം എനിക്ക് ഇവിടെ എല്ലാം എൻ്റെ കമ്പ്യൂട്ടറിൽ ഫിസിക്കലി പോയി ആക്സസ് ചെയ്യണം എന്നില്ല. ഇൻസ്റ്റഡ് എനിക്കിവിടെ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കമ്പ്യൂട്ടേഴ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഫോർ ദാറ്റ് വി ഡു യൂസ് റിമോട്ട് ഡെസ്ക്ടോപ്പ് പ്രോട്ടോക്കോൾ. സോ റിമോട്ട് ഡെസ്ക്ടോപ്പ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ സെക്യൂർ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഇതെന്താണ് ചെയ്യുന്നത്, നമ്മളുടെ ഇൻഡിവിജ്വൽ യൂസേഴ്സ് എൻകൗണ്ടർ ചെയ്യുന്ന പ്രോബ്ലംസിനെ നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യൂസേഴ്സിന് റിമോട്ട് ആക്സസ് കൊടുക്കുവാണ്. ഫിസിക്കലി വേറെ എവിടെയെങ്ങാനും ഇരിക്കുന്ന ഡെസ്ക്ടോപ്പിനെ നമ്മൾ ആക്സസ് കൊടുക്കുകയും ട്രബിൾ ഷൂട്ടിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് RDP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ RDP എന്ന് പറയുന്നതിൻ്റെ യൂസേജ് നമ്മൾ താഴോട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമുക്കൊരു RDP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ കാണും. അത് ഒരു റിമോട്ട് എന്തെങ്കിലും ഒരു RDP സെർവറോ വിൻഡോസോ PC ആയിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു GUI ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അതായത് ക്ലയൻറ്റ്, RDP ക്ലയൻറ്റിൽ അവിടെ ഇരിക്കുന്ന യൂസറിന് ഒരു UI പ്രൊവൈഡ് ചെയ്യും. സോ ആസ് ഈ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ക്ലയൻറ്റ്, ഓക്കെ, എൻ്റെ ക്ലയൻറ്റ് ടു എൻ്റെ സെർവർ, ഓക്കെ. സോ ഈ സെർവർ വേറൊരു ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. സോ എൻ്റെ ഇവിടെ ഇരിക്കുന്ന ക്ലയൻറ്റിന് തന്നെ വിത്ത് റെസ്പെക്ട് ടു ദി UI ക്യാൻ ആക്സസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ സെർവർ. ഓക്കെ, അതിപ്പം ഫയൽസ് എഡിറ്റ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനായിക്കോട്ടെ, എവ്രിതിങ്, അതിനുള്ള എല്ലാ പോസിബിലിറ്റിയും RDP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു RDP എന്ന് പറയുന്നത് എഗെയിൻ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഇൻ ഓർഡർ ടു റിമോട്ട്ലി ഓപ്പറേറ്റ് അനദർ ഡിവൈസ്. അപ്പം ഈ ഒരു ഡിവൈസിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേനും ഫയൽ ട്രാൻസ്ഫർ, ഡെസ്ക്ടോപ്പ് ഷെയറിംഗ്, ആപ്ലിക്കേഷൻ യൂസ്, കസ്റ്റമർ സപ്പോർട്ട്, ട്രബിൾ ഷൂട്ടിംഗ് എന്നീ കാര്യങ്ങളൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടും കൂടിയാണ് നമ്മൾ RDP യൂസ് ചെയ്യുന്നത്. പിന്നെ RDPയുടെ വേറൊരു ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് RDPയുടെ മൗസ് മൂവ്മെൻറ്റ്സും RDPയിൽ നമുക്ക് മൗസ് മൂവ്മെൻറ്റ്സും കീ സ്ട്രോക്സും ഒക്കെ ഒരു ചാനൽ യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതായത് അപ്പുറത്ത് ഇരിക്കുമ്പം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഒരു ഫ്രം വൺ എൻഡ് ടു അനദർ എൻഡ് ആ ഒരു ചേഞ്ചസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് RDPനെ കൊണ്ട് സാധിക്കും. സോ ബേസിക്കലി RDP യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അതായത് ഇപ്പം ഞാൻ വേറൊരു ഏരിയയിൽ ഇരുന്ന് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ എൻ്റെ മുന്നിൽ തന്നെയാണ് എന്നുള്ള രീതിയിൽ എനിക്ക് യൂസ് ചെയ്യാം. എൻ്റെ സിസ്റ്റത്തിൽ നിന്നും എനിക്ക് വേറൊരു സിസ്റ്റത്തിൽ ചേഞ്ചസ് ചെയ്യാം, സച്ച് ദാറ്റ് ഞാൻ ആ ഒരു സിസ്റ്റത്തിന് മുന്നിൽ പോയിരുന്ന ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. RDP പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് RDP പോർട്ട്.
പോർട്ട് യൂസ് ചെയ്ത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് 2 ഏരിയാസ് തമ്മിൽ എന്താണ് ഈ ഒരു ഡേറ്റേനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വി ആർ ഹാവിങ് സെക്യൂർ നെറ്റ്വർക്ക് ചാനൽ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഈ ഒരു ചാനലിനെ ഒരു ക്ലയൻറ്റിൽ നിന്നും അടുത്ത ഒരു സെർവറിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് വി ആർ ഹാവിങ് സംതിങ് കോൾഡ് പോർട്ട്സ്. സോ ഈ ഒരു പോർട്ടാണ് നമ്മളുടെ മെഷീൻസ് തമ്മിൽ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും മൗസ് മൂവ്മെൻറ്റ്സോ കീബോർഡ് സ്ട്രോക്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതും ആൻഡ് ഇതിനെ നമുക്കൊരു ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ TCP/IP പോലത്തെ പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇപ്പം മൗസിൻ്റെ ക്ലിക്സോ അല്ലെങ്കിൽ കീബോർഡ് സ്ട്രോക്സ് ഒക്കെ റിയൽ ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തു എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും ഡേറ്റ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബിക്കോസ് എൻക്രിപ്ഷൻ പ്രോട്ടോകോളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഒരു ചാനൽ സെക്യൂർ ചാനലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ടാണ് എൻക്രിപ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി RDPയുടെ കുറച്ച് യൂസസ് പറയാം. അതിൽ പ്രൈമറി യൂസ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റീനെ ബൂസ്റ്റ് ചെയ്യുക, ട്രബിൾ ഷൂട്ട് ഇഷ്യൂസ് ആൻഡ് എൻഹാൻസ് സെക്യൂരിറ്റി ആൻഡ് സേവ് ഓൺ ദി എക്സ്പെൻസസ്. അതായത് ഫിസിക്കലി പോയി ആ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഇരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് ആ ഒരു കമ്പ്യൂട്ടറിന് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആ ഒരു RDPയുടെ പ്രൈമറി മോട്ടീവായിട്ട് നമ്മൾ പറയുന്നത്. RDPയുടെ അടുത്ത സിഗ്നിഫിക്കൻറ്റ് യൂസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോഴത്തേനും എനിക്കെൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനെ വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് ഫിസിക്കലി അവിടെ ആ ഒരു ലൊക്കേഷനിൽ പ്രസൻറ്റ് ആവേണ്ട ആവശ്യം ഇല്ല. ഇനി അടുത്തത് ഫിക്സിങ് ഇഷ്യൂസ്. ഇപ്പം എനിക്കെൻ്റെ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു എന്നിരിക്കട്ടെ, എനിക്കൊരു IT ടെക്നീഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒരു ലാപ്ടോപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല. ആ പുള്ളിക്ക് അവിടെ ഇരുന്നുകൊണ്ട് പുള്ളിക്കാരൻ്റെ സിസ്റ്റത്തിൽ നിന്നും എൻ്റെ ഈ ഒരു ലാപ്ടോപ്പിനെ ഈ ഒരു സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഒരു ട്രബിൾ ഷൂട്ടിങ്ങും കാര്യങ്ങളും പോസിബിൾ ആക്കും. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതിൽ എനിക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ടും ഈ ഒരു RDP പ്രോട്ടോകോൾ സാധിക്കും. സോ ഇവിടെ ഇപ്പം എൻഡ് യൂസേഴ്സിന് എന്തെങ്കിലും IT റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ടീമിന് ഇതുപോലത്തെ പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് എൻഡ് യൂസേഴ്സിൻ്റെ കമ്പ്യൂട്ടറോ സിസ്റ്റത്തിന് ആക്സസ് ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ഇഫ് യു ആർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ വർക്ക് കമ്പ്യൂട്ടറിനെ നമുക്ക് എപ്പോഴും കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല അല്ലേ. സോ നമുക്ക് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിന്നും വർക്ക് കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യാനോ എന്തെങ്കിലും ഡേറ്റേനെ മോഡിഫൈ ചെയ്യാനോ ഒക്കെ നമുക്ക് RDPയും കൊണ്ട് സാധിക്കും. സോ ഇൻ സമ്മറി നമ്മളുടെ ഈ RDP എന്ന് പറയുന്നത് ലോക്കൽ ആൻഡ് റിമോട്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിലൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അവരുടെ ആക്ഷൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ അതിന് റിയൽ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ടും കൂടെ സാധിക്കും. സോ ദാറ്റ് ഈസ് RDP. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടെൽനെറ്റിൻ്റെ വേറൊരു ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ടെലി ടൈപ്പ് നെറ്റ്വർക്ക്. ഇത് ബേസിക്കലി ഒരു ലോക്കൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ലോഗിൻ ടൈപ്പ് പ്രോട്ടോക്കോളിനെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ബേസിക്കലി TCP/IP പ്രോട്ടോക്കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾക്ക് ഒരു ലോക്കൽ കമ്പ്യൂട്ടർ അതിൽ നിന്നാണ് കണക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഗോസ് അപ് ടു ദ റിമോട്ട് കമ്പ്യൂട്ടർ. സോ ദ കണക്ഷൻ ഇസ് സെൻഡ് ഫ്രം ദ ലോക്കൽ കമ്പ്യൂട്ടർ ആൻഡ് കണക്ഷൻ ഇസ് അക്സെപ്റ്റഡ് ബൈ ദ റിമോട്ട് കമ്പ്യൂട്ടർ. സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ലോഗിങ്ങിന്, അതായത് നമുക്ക് ആ ഒരു സൈനിങ് ഇന്നിന് 2 രീതിക്ക് നമുക്ക് ഡിവൈഡ് ചെയ്യാം, ലോക്കൽ ലോഗിൻ ആൻഡ് റിമോട്ട് ലോഗിൻ. സോ ലോക്കൽ ലോഗിൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ ലോക്കൽ സിസ്റ്റത്തിനകത്തോട്ട് ലോഗിൻ ചെയ്യുന്നതിനെയാണ് ലോക്കൽ ലോഗിൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇവിടുന്ന് ടെർമിനലിൽ നിന്നും എനിക്ക് കീ സ്ട്രോക്സ് കാണും, ഓക്കെ അല്ലേ. കീ സ്ട്രോക്സ് കണ്ട് അതിനെ ഞാൻ എൻ്റെ ടെർമിനൽ ഡ്രൈവറിലോട്ട് പാസ് ഓൺ ചെയ്യുവാണ്. സോ ഈ ഒരു ടെർമിനൽ ഡ്രൈവർ ക്യാരക്ടേഴ്സിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തോട്ട് പാസ് ചെയ്യും. എന്നിട്ട് ഈ ക്യാരക്ടേഴ്സിനെ വോയിസ് വാലിഡേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ റെസ്പെക്റ്റീവായിട്ടുള്ള ഏതാണോ ആപ്ലിക്കേഷൻ ഉള്ളത് അത് തുറക്കും. ഓക്കെ, അതായത് ഇപ്പോൾ എനിക്ക് ലോഗിൻ ചെയ്ത് എനിക്കിപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇപ്പം വേർഡ് ഡോക്യുമെൻറ്റ് പോലത്തെ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കീ സ്ട്രോക്സിനെ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഒരു ലോഗിൻ സക്സസ്ഫുൾ ആക്കി കഴിഞ്ഞേച്ച് ആ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ ഓപ്പൺ അപ്പ് ചെയ്യുന്നതാണ് ലോക്കൽ ലോഗിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി റിമോട്ട്
റിമോട്ട് ലോഗിങ് എന്ന് പറയുമ്പോഴത്തേനും ഒരു റിമോട്ട് സൈറ്റിലോട്ട് ലോഗിൻ ചെയ്യുന്ന പരിപാടിനെയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ നോക്കുമ്പോഴത്തേനും എങ്ങനെയാണ് ഒരു യൂസറിന് ഒരു റിമോട്ട് സിസ്റ്റത്തിനകത്ത് ഒരു ലോക്കൽ സിസ്റ്റത്തിൽ നിന്നും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് മൈ ലോക്കൽ സിസ്റ്റം, ദിസ് ഇസ് മൈ റിമോട്ട് സിസ്റ്റം. ഓക്കെ, സോ they are all connected by the network. ഇനി ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഞാനിവിടെ കുറച്ച് കീ സ്ട്രോക്സോ കാര്യങ്ങളോ വിട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഡേറ്റ വിട്ടു എന്ന് വിചാരിക്കുക. ഓക്കെ, അത് നമ്മളുടെ ടെർമിനൽ ഡ്രൈവറിലോട്ട് പോകും. ഓക്കെ, ടെർമിനൽ ഡ്രൈവർ ഇവിടെ ഇൻ്റർപ്രിട്ടേഷൻ ഒന്നും ചെയ്യത്തില്ല. സോ നോ ഇൻ്റർപ്രിട്ടേഷൻ ടേക്സ് പ്ലേസ്. ഇൻ്റർപ്രിട്ടേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ ക്ലയൻറ്റ് ഓർ ദ ലോക്കൽ സെർവർ. ഇനി ഈ ടെർമിനൽ ഡ്രൈവറിൽ നിന്ന് അത് ടെൽനെറ്റ് ക്ലയൻറ്റിലോട്ട് പോകും. ടെൽനെറ്റ് ക്ലയൻറ്റിൽ നിന്നും ഇവരെ നമ്മളുടെ ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾസ് യൂസ് ചെയ്ത് നെറ്റ്വർക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ഇവിടെ വി ആർ ചേഞ്ചിങ് ദ ഫോം. അതായത് നമ്മളുടെ ഈ ക്യാരക്ടേഴ്സിനെ ഐ ആം കൺവേർട്ടിങ് ഇറ്റ് ടു ദി NVT ഫോം. സോ വാട്ട് ഈസ് NVT? NVT സ്റ്റാൻഡ് ഫോർ നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽ. സോ ബേസിക്കലി അത് നമ്മളുടെ ആ ഒരു ഫോമിലാണ് നമ്മളുടെ നെറ്റ്വർക്കിലൂടെ നമ്മളുടെ ഡേറ്റേനെ അയക്കുന്നത്. അപ്പം ഇവിടെ എൻ്റെ ഈ റിമോട്ട് സിസ്റ്റത്തിൽ എൻ്റെ ഡേറ്റേനെ കിട്ടുന്നത് NVT ഫോമാറ്റിലായിരിക്കും. NVT ഫോമാറ്റിൽ നിന്ന് നമ്മളുടെ ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് ഒക്കെ വയ ഇത് നമ്മുടെ ടെൽനെറ്റ് സെർവറിലെത്തും. ദെൻ ദിസ് NVT is converted into the format in which my system understands. അത് കഴിഞ്ഞേച്ച് നമുക്കൊരു സൂഡോ ഡ്രൈവർ ഉണ്ട്. സോ സൂഡോ ഡ്രൈവർ എന്താണ് ഇവിടെ ചെയ്യുന്നത്? സൂഡോ ഡ്രൈവർ എന്ന് പറയുന്നത് സൂഡോ ടെർമിനൽ ഡ്രൈവർ. ഇറ്റ് പ്രിറ്റൻസ് ദ ക്യാരക്ടേഴ്സ് ആർ കമ്മിങ് ഫ്രം ദ ടെർമിനൽ, വിച്ച് മീൻസ് ദാറ്റ് ഇൻഡയറക്ട്ലി ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഒരു കണക്ഷൻ ഇവർ പ്രിറ്റൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞേച്ച് ആ ഒരു ടെർമിനൽ ഡ്രൈവർ വെച്ചിട്ട് എവിടെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ഏത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇതാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതവർ ഓപ്പൺ ചെയ്യും. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു സെക്ഷനിൽ നിന്നും ഈ ഒരു സെക്ഷനിലോട്ടുള്ള ഒരു കണക്ഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പരിപാടി ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇടയിൽ നടക്കുന്ന സ്റ്റെപ്സ് ആണ് ഇത്രയും. വൈ? ബിക്കോസ് വി ആർ കണക്റ്റിംഗ് ഫ്രം ലോക്കൽ ടു റിമോട്ട് കമ്പ്യൂട്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഫോളോ ചെയ്യാനുണ്ട്. അതാണ് നമ്മളുടെ റിമോട്ട് ലോഗിൻ്റെ എന്താണ് പറയുന്നത്, റിമോട്ട് ലോഗിൻ്റെ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ താഴോട്ട് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇവിടെ NVT എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, again it's a virtual terminal in Telnet that has a fundamental structure that can be shared by different types of real terminals. സോ ഇവിടെ നമ്മളുടെ NVT എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻസിന് ഈസി ആക്കാനായിട്ടാണ് നമുക്ക് NVT യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ടെൽനെറ്റിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. നമുക്ക് വേറൊരു റിമോട്ട് ആക്സസ് വെച്ചിട്ട് വേറൊരു സിസ്റ്റത്തിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കൂടുതൽ ആക്സസിനനുസരിച്ച് ഡേറ്റ ട്രാൻസ്മിഷൻ ഈസി ആക്കാനായിട്ട് സാധിക്കും. ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്ഡേറ്റഡ് ആണ് അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഓൾഡർ സിസ്റ്റത്തിനെ ന്യൂ സിസ്റ്റം വെച്ചിട്ട് കണക്ട് ചെയ്യാനായിട്ട് ടെൽനെറ്റ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടെൽനെറ്റിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ടെൽനെറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണുള്ളത്? അതായത് നമ്മൾക്ക് കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ ടെൽനെറ്റിൻ്റെ ഈ ഒരു വർക്കിംഗ് കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ഇത് മനസ്സിലാവണം എന്ന് ഇല്ല. ഡേറ്റ പ്ലെയിൻ ടെക്സ്റ്റ് ഫോമിലല്ല, പ്ലെയിൻ ടെക്സ്റ്റ് ഫോമിലാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. നോ എൻക്രിപ്ഷൻ ഇസ് ദെയർ. സോ എൻക്രിപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഇവിടെ ഇഷ്യൂ? ഇപ്പം നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞായിരുന്നല്ലേ, സെക്യൂർ ടണലോ കാര്യങ്ങളൊന്നും നമുക്ക് ടെൽനെറ്റിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡേറ്റേനെ ഏതെങ്കിലും ഹാക്കേഴ്സോ കാര്യങ്ങളോ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇവിടെ കൂടുതലാണ്. പിന്നെ പ്രോപ്പർ ഇൻ്റർലിങ്കിങ് ഇല്ല എന്നുള്ളതും ഒരു പ്രോബ്ലമാണ്. അതായത് റിമോട്ടും ലോക്കൽ ഡിവൈസസും തമ്മിൽ ഒരു പ്രോപ്പർ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇവിടെ നടക്കുന്നില്ല. സോ ഇതൊക്കെയാണ് ടെൽനെറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ടെൽനെറ്റിനെ 3 മോഡ്സ് ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഡിഫോൾട്ട് മോഡ്, ക്യാരക്ടർ മോഡ് ആൻഡ് ലൈൻ മോഡ്. സോ ഡിഫോൾട്ട് മോഡും കൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ ഒരു ക്യാരക്ടർ ടൈപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഒരു ക്യാരക്ടറിനെ എൻ്റെ സ്ക്രീനിൽ എൻ്റെ ടെർമിനലിൽ ഡിസ്പ്ലേ ചെയ്യും. പക്ഷേ ദിസ് ക്യാരക്ടർ ഇസ് നോട്ട് സെൻഡ് ടു മൈ നമ്മളുടെ അതർ സൈഡ്, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലയൻറ്റിലോട്ട്, നമ്മുടെ ടെർമിനലിൽ നിന്ന് നമ്മുടെ ക്ലയൻറ്റിലോട്ട്, ടെൽനെറ്റിൻ്റെ ക്ലയൻറ്റിലോട്ട് നമ്മുടെ ക്യാരക്ടർ അയക്കത്തില്ല. അതൊരു ഹോൾ ലൈൻ ആയി കഴിഞ്ഞാൽ മാത്രമേ ക്ലയൻറ്റിലോട്ട് പോകത്തുള്ളൂ. സോ ദാറ്റ് ഇസ് ഡിഫോൾട്ട് മോഡ്. അതായത് വേറെ ഇപ്പോൾ ക്യാരക്ടറോ ലൈനോടോ ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് മോഡായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക.
ഇനി ക്യാരക്ടർ മോഡാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ ടെർമിനലിൽ ഞാനൊരു ലെറ്റർ ടൈപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ഒരു ലെറ്റർ എൻ്റെ ക്ലയൻറ്റിലെത്തും എന്നുള്ളതാണ് ക്യാരക്ടർ മോഡ്. ലൈൻ മോഡ് എന്ന് പറയുന്നത് ഇവിടെ ക്യാരക്ടർ ഇറേസിങ്ങും കാര്യങ്ങളുമൊക്കെ പോസിബിൾ ആണ്. ഇവിടെ ഞാനിപ്പം ഒരു ലൈൻ ഞാൻ എഴുതി കഴിഞ്ഞേച്ച് ആ ഒരു ലൈൻ മൊത്തത്തിലായിരിക്കും ക്ലയൻറ്റിലോട്ട് പോകുന്നത്, ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിരിക്കില്ല. ആൻഡ് ലൈൻ എഡിറ്റിങ്ങിനുള്ള ഫങ്ഷനാലിറ്റീസ് നമുക്ക് ലൈൻ മോഡിൽ ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെൽനെറ്റിനെ പറ്റി പറയാനുള്ളത്. 2 ടൈപ്പ് ലോഗിനും 3 മോഡ്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് SSH പ്രോട്ടോക്കോൾ. SSH ഇസ് ഓൾസോ റെഫേർഡ് ടു എ സെക്യൂർ ഷെൽ പ്രോട്ടോക്കോൾ. അപ്പം ഈ ഒരു SSH എന്ന് പറയുന്നത് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി പ്രോട്ടോക്കോളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം കണ്ടന്റ് നിങ്ങൾക്ക് ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ദ സെയിം തിങ്. അത്രയും ഡയഗ്രംസോ കാര്യങ്ങളോ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിവിടെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോയാൽ മതി. ഇവിടെ നമ്മൾക്ക് ലോഗിനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SSH പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ടെൽനെറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഇല്ല അല്ലേ, എൻക്രിപ്ഷൻ ഇല്ല, നമുക്കൊരു സെക്യൂർ ടണൽ ഇല്ല, അങ്ങനത്തെ പിന്നെ ഒരു പ്രോപ്പർ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഇല്ല. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടാണ് നമ്മൾ SSH പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. സോ SSH പ്രോപ്പർ ഒത്തൻറ്റിക്കേഷനും സ്ട്രോങ് എൻക്രിപ്ഷനും ഡേറ്റയ്ക്കുള്ളൊരു സെക്യൂരിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് SSH പ്രോട്ടോക്കോൾ. അപ്പം SSH പ്രോട്ടോക്കോൾ ഞാൻ ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അൺനെസസറി ആയിട്ടുള്ള ലോഗിൻ, നമ്മൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ലോഗിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അൺസെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസെക്യൂർ ആയിട്ടുള്ള ഫയൽ ട്രാൻസ്ഫർ മെത്തേഡ്സിനെയൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്രിപ്റ്റോഗ്രഫിയാണ് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. സോ ഇനീഷ്യലി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. സോ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് നമുക്ക് എന്താണ് ആവശ്യം, നമ്മളിവിടെ കീസ് യൂസ് ചെയ്യും. ഓക്കെ, ക്രിപ്റ്റോഗ്രഫിക് കീസ് യൂസ് ചെയ്യും. അപ്പോൾ ക്രിപ്റ്റോഗ്രഫിക് കീ എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്സ് ഉണ്ട്. പബ്ലിക് കീസ് ഉണ്ട്, പ്രൈവറ്റ് കീസ് ഉണ്ട്. സോ യൂഷ്വലി ഒരു പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കണക്ഷൻ കറക്റ്റാണ്, അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന റിസീവർ കണക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടെ കണ്ടോ, ഇപ്പം ഈ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ടെൽനെറ്റ് ആർ ലോഗിൻ, RSH എന്നീ ലോഗിനിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു SSH യൂസ് ചെയ്തിട്ട് ബെനിഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് യൂസേഴ്സിനുള്ള സെക്യൂർ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫയൽ ട്രാൻസ്ഫേഴ്സ് ഓട്ടോമേറ്റഡ് ആൻഡ് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഫയൽ ട്രാൻസ്ഫേഴ്സ് നടക്കുന്നുണ്ട്. ഇഷ്യൂയിങ് റിമോട്ട് കമാൻഡ്സ് ആസ് വെൽ ആസ് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിനെ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുക എന്നുള്ളതും SSHൽ പോസിബിളാണ്. SSH വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതിന് നമ്മൾ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഡേറ്റ പോകുന്നത് എന്ന് പറയുന്നത് സിമെട്രിക് എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഹാഷിംഗ് അൽഗോറിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ബേസിക്കലി ഇതൊക്കെയെന്ന് പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് ഒറിജിനൽ ഡേറ്റ പോകുന്നതിന് പകരം അവർ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത്. അതായത് അപ്പോൾ പ്രോപ്പർ കീ ഉള്ള ആൾക്ക് മാത്രമേ ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്ത് പ്രോപ്പർ ടെക്സ്റ്റ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നിന്നും എന്താണ് നമുക്കൊരു പ്രൈവസിയും ഇൻറ്റഗ്രിറ്റിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കൊരു SSH ക്ലയൻറ്റും SSH സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. ആദ്യമേ ക്ലയൻറ്റ് വിൽ ഇനീഷ്യേറ്റ് ദ കണക്ഷൻ ബൈ കോൺടാക്റ്റിംഗ് ടു ദ സെർവർ കയ്യിലുള്ള പബ്ലിക് കീ അയച്ചു കൊടുക്കും. അപ്പോൾ അത് മാച്ച് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ വി വിൽ സെൻഡ് ദ പാരാമീറ്റേഴ്സ്, അതിന് റെസ്പെക്റ്റീവുള്ള പാരാമീറ്റേഴ്സ് ചെയ്ത് ഇവിടെ ഒരു ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണ് ചെയ്യുന്നത്. കണ്ട് 2 ആരോ വരുന്നത്, ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്നിട്ട് യൂസർ ലോഗിൻ പോസിബിൾ ആക്കുകയാണ് ചെയ്യുന്നത് ഫ്രം ക്ലയൻറ്റ് ടു സെർവർ. ഓക്കെ, ഇവിടെ ഒത്തൻറ്റിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നത് SSH കീസാണ്. സോ ഈ ഒരു കീസ് എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് കീസും അതുപോലെ പാസ്വേഡ്സുമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രിപ്റ്റോഗ്രഫിക് കീ പെയറാണ്. പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ഈ ഒരു SSH കീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഒത്തൻറ്റിക്കേഷൻ പോസിബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ സ്മാർട്ട് കാർഡ്
കാർഡ്സ് യൂസ് ചെയ്യും ഈ ഒരു പബ്ലിക് കീ ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ട്. സോ കീ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രൊട്ടക്ഷനും ഇൻറ്റഗ്രിറ്റിയും സെക്യൂരിറ്റിയും കോൺഫിഡൻഷ്യാലിറ്റിയും ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് SSH കീസ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു ഡയറക്ടറി ഓഫ് SSH കീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ 90% കീസ് ഇസ് അൺയൂസ്ഡ്. there are a certain number of keys that is unused. സോ ഈ ഒരു കീസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതും നമ്മളുടെ ഒരു എന്താണ് ക്രൈറ്റീരിയയിൽ വരേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു SSH കീസിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പോളിസീസും പ്രോസസ്സസും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ SSH കീസിന് നമ്മളൊരു സർട്ടൻ നമ്പർ ഓഫ് കീസ് നമ്മൾ അസൈൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഒരു നമ്പർ ഓഫ് കീസിനെ ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വേസ്റ്റേജാണ് അവിടെ, ആ ഒരു റിസോഴ്സിൻ്റെ വേസ്റ്റേജാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. സോ ആ ഒരു പ്രോപ്പർ ഹാൻഡിലിങ്ങും മാനേജ്മെൻറ്റും ഒക്കെ SSH കീസിന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ ഈ ഒരു കണക്ഷൻ SSH ക്ലയൻറ്റും സെർവറും നമ്മൾ ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യും എന്ന് പറഞ്ഞു. ഈ ഒരു പാരാമീറ്റേഴ്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഡേറ്റ ഫുൾ എൻക്രിപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ഒരു എൻക്രിപ്ഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത് AES അൽഗോറിതം ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ അൽഗോറിതമാണ്. സോ അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹാഷിംഗ് അൽഗോറിതം SHA-2 പോലത്തെ ഹാഷിംഗ് അൽഗോറിതംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ ട്രാൻസ്ഫറിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് SSHൽ പറയാനായിട്ടുള്ളത്.